ഇതുപോലെ ഓടിക്കളിച്ച് ആർത്തുല്ലസിക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സുമായി കഴിയുന്ന ഒരു മോനുണ്ട്, വിവേക് പ്രസാദ്. തന്റെ മകന്റെ ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ ഒടുങ്ങിപ്പോകുമോ എന്ന ആശങ്കയിൽ നീറുന്ന ഹൃദയവുമായി അവന്റെ ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കാൻ നെട്ടോട്ടമോടുന്ന അച്ഛന്റെ പൊന്നുമോൻ. അവൻ ജനിക്കുമ്പോഴേ വൃക്കകളിലൊന്നും പ്രവർത്തിക്കുമായിരുന്നില്ല. 2ാമത്തെ വൃക്കയും തകരാറിലായിട്ട് 1 വർഷത്തോളമായി. ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ്. ഓരോ തവണ ഡയാലിസിസ് കഴിയുമ്പോഴും വിവേക് പ്രസാദ് കൂടുതൽ ക്ഷീണിതനാവുകയാണ്. ഈ ദുരിതത്തിൽ നിന്നും മോചനം നേടാൻ ഒരേ വഴി വൃക്ക മാറ്റിവെക്കലാണ്. അതിനുവേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ പോങ്ങനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിവേക് പ്രസാദ് കാത്തിരിക്കുന്നത് പരീക്ഷാഫലത്തെ മാത്രമല്ല, തന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിവരുന്ന 10 ലക്ഷം രൂപ എന്ന ഭീമൻ തുകയ്ക്ക് കൂടിയാണ്. മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്ന വിവേക് പ്രസാദിന്റെ ശസ്ത്രക്രിയയ്ക്കുള്ള സമയം മുൻഗണന പ്രകാരം ഇങ്ങെത്തിക്കഴിഞ്ഞു. പക്ഷേ പണം വെറുമൊരു ഓട്ടോ ഡ്രൈവറായ വിവേക് പ്രസാദിന്റെ അച്ഛൻ പ്രസാദ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം മകന്റെ ചികിത്സയ്ക്കായി പലരിൽ നിന്നും വാങ്ങിയ കടം പോലും വീട്ടാൻ കഴിയാതെ നെടുവീർപ്പിടുകയാണ്. അപ്പോൾ പിന്നെ ഇത്ര വലിയൊരു തുക എങ്ങനെ കണ്ടെത്തും? വേറെ വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്ത എനിക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് എൻ്റെ മോൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ സാമ്പത്തികമായിട്ട് താഴ്ന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. അവർ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും സഹായിക്കണമെന്നാണ് അഭിപ്രായം. നമ്മൾ അയൽവക്കക്കാരനാണ്. ഒരുപാട് കാലം കൊണ്ട് ഇതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കുന്നതാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും അവനെ ജീവൻ നിലനിർത്താൻ വേണ്ടി നല്ലവരായ നാട്ടുകാർ സഹായിക്കണം. കണ്ടെത്താം. നാം ഓരോരുത്തരും വിചാരിച്ചാൽ കഴിയും. പലതുള്ളി പെരുവെള്ളം എന്ന പോലെ നമ്മുടെ മകനെ പോലെ, കുഞ്ഞനിയനെ പോലെ ഓടിച്ചാടി നടക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും അവനും കാണില്ലേ മോഹം. ആവശ്യത്തിനും അനാവശ്യത്തിനും നാം ചിലവാക്കുന്നതിന്റെ ചെറിയൊരു പങ്ക്, ഒരു പാക്കറ്റ് സിഗരറ്റിന്റെയോ ഒരു ലോട്ടറി ടിക്കറ്റിന്റെയോ ഒരു മിൽക്ക് ഷേക്കിന്റെയോ വില, അത് മതി. നാം ഓരോരുത്തരും വിവേക് പ്രസാദിന്റെ ഈ ആവശ്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരും നാമും ചെറിയ സംഖ്യകൾ അവനിലേക്ക് എത്തിച്ചാൽ അതൊരു വലിയ തുകയായി മാറും, ഉറപ്പ്. കിളിമാനൂർ മലയാമഠം കീഴേ കളീലിൽ വീട്ടിൽ പ്രസാദ് കുമാറിന്റെ മകൻ വിവേക് പ്രസാദിനു വേണ്ടി നമുക്കൊന്നിക്കാം. ഈ വാർത്ത പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അവനും നമ്മുടെ മക്കളോടൊപ്പം വളർന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നന്ദി. എം മീഡിയ, കിളിമാനൂർ.